Good afternoon, sir. Shilu, Vidya, Rashmi, Anju, Sharanya. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. ഒന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാല്ലേ വിദ്യ? ആരെങ്കിലും വരുമോ നോക്കാം അല്ലേ? Yes, sir. Yes, very good. ഞാൻ നേരത്തെ ഇവിടെ വന്നു നോക്കി പോയി. ഇപ്പൊ ഷിലു മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോ വിദ്യയും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ശരണ്യ വിശേഷങ്ങൾ? സർ സുഖമായിരുന്നു. ഞാൻ ട്രാവലിംഗ് ചെയ്യുവാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതല്ലേ പറഞ്ഞത്? ഓക്കെ ഓക്കെ. ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതല്ലേ പറഞ്ഞേ? അല്ല, ചോദ്യം ചോദിച്ചോ, കുഴപ്പമില്ല. Yes, okay, okay, okay. Jisha, good afternoon. Good afternoon, sir. Okay. Yes. നമുക്ക് പയ്യെ തുടങ്ങാം അല്ലേ? ആരാണ് പ്രയർ? ഞാൻ പറയാം. Yes, okay. ആദിമധ്യാന്തമാം ചൈതന്യമേ ആർദ്രമായി നീ എന്നിൽ നിറയണമേ. ആദ്യാക്ഷരത്തിൻ്റെ മാധുര്യമായി ഓരോ ദിനങ്ങളും വിടരണമേ. ശാന്തമാം നദിയായി ഒഴുകണമേ. ആദിമധ്യാന്തമം ചൈതന്യമേ. Yes, very good, very good, Shilu. Very good, very good, very good. പാട്ട് ഷിലുവിന്റെ കയ്യിൽ ഭദ്രമാണ്. വെരി ഗുഡ്. Then, signing on, Renjusha, Ramya, Adira, Tanshiba, Neelu, good afternoon. Good afternoon, sir. Good afternoon, Yes. sir. Good afternoon, sir. Okay. Asira, good afternoon. Good afternoon. Yes. Sir, sign in ഞാൻ പറയാം. Okay. Carry on. Good afternoon, everyone. A very warm welcome to our respected job sir and all my dear friends. We are excited to learn, practice, and explore the English language together in today's class. Welcome. Okay, Vidya. Very good, very good, very good. Yes. Thought of the day ending പറയാം. Merli, good afternoon. Yes. നമുക്ക് ആരംഭിക്കാം അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്. ഓക്കെ ഷിലു, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ നീലു, ലെറ്റ് സ്റ്റാർട്ട്. കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ് കണ്ടീഷൻ സെന്റൻസ് എന്ന് പറയുന്നത്? ഇതിനേക്കാൾ മുമ്പ് ക്ലോസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിനോടൊപ്പം തന്നെ 2-3 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞത് ഒന്ന് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്, രണ്ടാമത്തത് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ്, മൂന്നാമത്തത് സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചും ഫ്യൂച്ചർ പെർഫെക്റ്റിനെ കുറിച്ചുമാണ്. ഇത്രയുമായിട്ടുള്ള ടെൻസുകളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു.
ഇത്രയുമല്ലേ നമ്മൾ പറഞ്ഞത്? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സമയക്കുറവ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പയ്യെ ചോദ്യങ്ങളിലേക്ക് പോയതാണ് അല്ലേ? ഓക്കെ, നമുക്ക് അതിന്റെ ബാലൻസ് ആരംഭിക്കാം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. വിദ്യ, Yes, sir. സാധാരണഗതിയിൽ നമ്മള് എല്ലാ ദിവസവും ഒരുപോലെ അങ്ങോട്ട് പോകും. രാവിലെ എഴുന്നേൽക്കും, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കഴിക്കും, പിന്നെ ഉച്ചക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കും, അത് കഴിക്കും, പിള്ളേരെ സ്കൂളിൽ വിടും, പിന്നെ 1:30 ക്ലാസ്സിൽ കയറും, അത് കഴിയും, ചായ ഉണ്ടാക്കും, വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കും, വൈകുന്നേരം കുറച്ചേരം എല്ലാവരും കേട്ട് സ്വറ പറഞ്ഞിരിക്കും, പിന്നെ കേട്ട് തുടങ്ങും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കും, ഇത് തന്നെ വീണ്ടും ചെയ്യും. അതിന്റെ പിറ്റേ ദിവസം എഴുന്നേൽക്കും, ഇത് തന്നെ വീണ്ടും ചെയ്യും. കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ശരിയല്ലേ വിദ്യ? അതെ സർ. എപ്പോഴെങ്കിലും ഒരു വിരസത ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ 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 വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞായറാഴ്ചകള് ചിലപ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഞായറാഴ്ചകള് സാധാരണഗതിയിൽ ഒരു മിനിറ്റ് നോക്കി. എന്റെ ശബ്ദം കാരണം നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. അപ്പൊ ഞായറാഴ്ചകൾ ചിലപ്പോൾ നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. കാരണം ചിലപ്പോ ഞങ്ങൾ ഞായറാഴ്ച കുറച്ച് അധിക സമയം കിടന്നു തുടങ്ങും, കാരണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച കുറച്ച് സമയം അധികം നേരം കിടന്നു തുടങ്ങും. അന്ന് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് പിള്ളേരും ഭർത്താവും ഒക്കെ ആയിട്ട് കുറച്ചു നേരം ഒക്കെ സംസാരിച്ചൊക്കെ ഇരിക്കും. ചിലപ്പോൾ 8 മണിയാകുമ്പോൾ അടുക്കളയിൽ കയറുള്ളൂ. അപ്പൊ അങ്ങനെ റിലാക്സ് ആയിരിക്കും ഞായറാഴ്ച. എല്ലാവർക്കും അല്ലോട്ടെ. വേറെ ചില ആളുകൾക്ക് ഓക്കെ, ചില ആളുകൾക്ക് ഞായറാഴ്ച ഏറ്റവും ബിസി ഡേ അല്ലെ? എന്താ പേരില് പറഞ്ഞേ? ഞായറാഴ്ച നേരത്തെ എനിക്ക് സാറാ, ഞായറാഴ്ച ഞങ്ങള് ചർച്ചിൽ പോണ ദിവസമല്ലേ. അത് ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നു. ചില ഒരുപക്ഷെ ചർച്ചിലൊക്കെ പോയി വരുമ്പോ വൈകുപ്പിനെ അറിയായിരിക്കും, അങ്ങനെയായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? നിങ്ങൾ നിങ്ങളുടെ ഞായറാഴ്ചകൾ എങ്ങനെ ചിലവഴിക്കുന്നു? നിങ്ങളൊന്ന് ആലോചിച്ചോ, എങ്ങനെയാണ് ഞായറാഴ്ചകൾ? അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ വേക്കപ്പ് വെരി ലേറ്റ് ഇൻ ദ മോർണിംഗ്. ഞാൻ അന്ന് വളരെ താമസിച്ചാണ് എഴുന്നേൽക്കാറ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്യും? എന്നും അങ്ങനെ തന്നെ ആവണമെന്നില്ല. നിങ്ങൾ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? എങ്ങനെയാണ് ഞായറാഴ്ചകൾ നമ്മൾ ചിലവഴിക്കുന്നത്? അപ്പൊ പറയുന്നു, ഐ വേക്കപ്പ് ലേറ്റ് ഇൻ ദ മോർണിംഗ്, താമസിച്ച് എഴുന്നേൽക്കുന്നു. Then I will call my husband and children and we will talk for a while. ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കുന്നു. Then as it is on Sundays, we prepare delicious food. നല്ല ഫുഡ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ we prepare non-veg items for Sundays. Non-veg items ശരിയാക്കുന്നു. ടുഗദർ വി ഈറ്റ് അവർ ലഞ്ച്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഞായറാഴ്ച ഭക്ഷണം കഴിക്കുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികൾ സ്കൂളിലായിരിക്കും, ഭർത്താവ് ജോലി സ്ഥലത്തായിരിക്കും, ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, ഒന്നും സാധിക്കാറില്ല. പക്ഷെ ഞായറാഴ്ച ടുഗദർ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് എ സ്മോൾ സ്നൂസ്, ചെറിയൊരു മയക്കമുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ വി പ്രിപ്പയർ ദ ടീ. ആഫ്റ്റർ ദാറ്റ് വി ഗോ ഔട്ട്, we go to the relatives house. അങ്ങനെ ഞായറാഴ്ചകൾക്ക് ഒരു പ്രത്യേകതയില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? അതിൻ്റെ അകത്ത് ഒരു ഭാവന അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് നിങ്ങൾ ആഡ് ചെയ്തോട്ടെ. ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാവുന്ന രീതിയിൽ ഭാവനയ്ക്ക് അനുസരിച്ച് കുറച്ചുകൂടി നിങ്ങൾ ആഡ് ചെയ്തു. അപ്പോ വിദ്യക്കാണ് ഞാൻ ആദ്യം ചാൻസ് തരുന്നത്.
അത് കഴിഞ്ഞ് ഷിലുവിനും, അത് കഴിഞ്ഞാല് ആഷ്മിക്കും, ശരണ്യക്കും, അഞ്ജുവിനും, ഷരീഫിനും കേട്ടോ. ഈ ക്രമത്തിലാണ് വരുന്നത്. യെസ്, ഇന്നിപ്പോ കുറച്ച് പേരോട് വേഗം കഴിയും എന്ന് വിചാരിക്കുന്നു. യെസ്, വിദ്യ പറയൂ. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? രസകരമായിട്ട് I wake up at 7 o'clock, സാധാരണഗതിയിൽ എത്ര മണിക്ക് എഴുന്നേൽക്കും? 6:30. എനിക്ക് എല്ലാ ദിവസവും സൺഡേ തന്നെയാണ്. ഹസ്ബൻഡ് എപ്പോഴും 6 മണിക്ക് തന്നെ എണീക്കുന്നത്, സൺഡേ ആണെങ്കിലും. ശരി. അപ്പൊ നേരത്തെ എണീക്കണ കാരണം ഞാനും നേരത്തെ എണീറ്റ് ചായ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ വഴക്ക് പറയാറുണ്ട്, നേരത്തെ എണീക്കരുതെന്ന് ഞായറാഴ്ച. After that, I brush my teeth and starting to cook any breakfast. Yes. After that, we will eat breakfast. We will eat breakfast together. Okay. അതാണ് ആ വാക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. Yes. After that, I wash all vessels. Yes. Then I clean kitchen and ഞായറാഴ്ചയും കൂടി അലക്കുക, സ്പെഷ്യൽ ഐറ്റംസിലോട്ടൊക്കെ പോരട്ടെ. ഇതൊക്കെ എന്തായാലും ഞായറാഴ്ച ഒരു പ്രത്യേകത. I prepare delicious non-veg food for lunch. I only cook vegetarian food. Very good. After that, I wash my clothes. Yes. Then sometimes, some Sundays we go outside. Yes. That's all about. That is all. Okay. But now I think that you are not eagerly waiting for Sunday. സൺഡേക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറില്ല, എല്ലാ ദിവസവും സൺഡേ ആയതുകൊണ്ടല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മളൊരു അവധി ദിവസം കാത്തിരിക്കാറില്ലേ? ഇവിടെ തന്നെ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം നമ്മുടെ ടീച്ചർമാരൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതാണ്. കാരണം ശനിയാഴ്ച സമാധാനം, ഞായറാഴ്ച സമാധാനം, ഇതുപോലെ ടീച്ചർമാരൊക്കെ റിലാക്സ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഷിലു പറയൂ. ഷിലു, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? In my Sundays, I wake up early in the morning and prepare food and also send my child to music class. After that, I practice myself dance. Later, after that, we eat lunch together as usual. Then at evening, only I have tea. After that, in dinner time, we eat together. That's all. Sundays are always like every week, every day. Sunday is a normal day as other days. Okay, Shilu? Yes, sir. Yes. Okay. Very good. അപ്പൊ ഷിലു ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിക്കോട്ടെ. നമുക്ക് MT21 കോൺവെക്കേഷൻ സെറിമണി വരുമ്പോൾ തകർക്കാം. ഓക്കെ. Ashmi Rubesh, പറയൂ. How do you spend your Sundays? Sir, Sunday was my off day, sir. Yes. Every Sunday I wake up in so late. Okay. Sunday ആസ്വദിക്കുന്ന ആൾക്കാരോട് പറഞ്ഞേ. Yes, come on. And my son or my husband make me for a bed coffee only Sunday. Okay. Then after I go to bath, then I will prepare breakfast for my family and we will eat together. Yes. After that, my hubby go to take some meat or chicken, anything. Yes. Then I will prepare delicious food. Yes. After that, we eat together. Yes. In evening, my kids have karate class. Yes. So- Yes. Very good.
So that time I have had some duty to bringing, duty to drop them. Yes. After that, they will be return maybe 6:30 that time. Yes. Yes. Then normal we will eat our dinner, Yes. and sometimes we will to watch together a movie or something in a Yes. home. Then let's to go to sleep. Everyone finish, sir. Okay. Very good. Very good. Very good. Ashmi. Typical Sunday celebration ആണ് ആഷ്മി പറഞ്ഞത് കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തിരക്കുള്ളത് കൊണ്ടാണ് ആഷ്മി സൺഡേക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സോ Yes, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആഷ്മി. യെസ്. ഓക്കെ. ശരണ്യ പറയൂ. ശരണ്യ പറയൂ. Okay, sir. I woke up late on Sunday morning. Yes. Pinne I drink a hot cup of tea. Pinne I prepare a special breakfast. Oh, yes. Special breakfast. Very good. Pinne I wash my clothes. Yes. Pinne I watch a movie with my family. Yes. Then evening I call my friends and relatives. Yes. Sometimes I play with the kids. Yes. അത്രേ ഉള്ളൂ സാർ. അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ശൈലി പറഞ്ഞൊക്കെ ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത്, ചായ ഉണ്ടാക്കുന്നത്, അലക്കുന്നത്, കുട്ടികളുമായിട്ട് കളിക്കുന്നത്, രസകരമായിട്ട് അവതരിപ്പിച്ചു. നിങ്ങൾക്ക് എപ്പോഴും ടീച്ചർമാർക്ക് എപ്പോഴും വേണ്ടത് ഭാവനയാണ് വേണ്ടത്. നല്ല രസകരമായിട്ട് അവതരിപ്പിക്കണം. യെസ് കേട്ടോ, അത് എപ്പോഴും നമുക്ക് വേണ്ട ഒരു സംഗതിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശരണ്യന്റെ അത് വിജയിച്ചിരിക്കുന്നു. അപ്പോ ജിഷ, രഞ്ജുഷ, രമ്യ, ലിനു, താൻഷിബ, ആതിര, ഹസീന, മെർലി, ഗെറ്റ് റെഡി. യെസ്, ഈ ക്രമത്തിൽ ഞാൻ വരുന്നുണ്ട്. യെസ്, അഞ്ജു ഗെസി പറഞ്ഞോളൂ. Every Sunday, I wake up normal Excuse me, time sir. in the morning. 7 o'clock. ഹസീന എന്താ പറഞ്ഞ? ഒരു എനിക്ക് മിനിറ്റ്. പറയാൻ പറ്റില്ല. ഞാൻ സ്കൂളിൽ മീറ്റിങ്ങിന് പോവാണേ. ക്ലാസ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. മീറ്റിംഗ് ഓക്കെ. മതി. കുഴപ്പമില്ല. അപ്പൊ ഹസീന ഒരു മീറ്റിംഗിലാണ്. അപ്പൊ ഹസീനക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. നോ പ്രോബ്ലം. അഞ്ജു കണ്ടിന്യൂ. മീറ്റിങ്ങിന് പോവാണ് സ്കൂളിലേക്ക്. ഓക്കെ. അവിടെ ഗ്യാപ്പ് വരുമ്പോ പറഞ്ഞാൽ മതി. യെസ്, സംസാരിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ഗ്യാപ്പ് കിട്ടുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ, നോ പ്രോബ്ലം. അതൊക്കെ നമുക്ക് റെഡിയാക്കുന്നേ. അഞ്ജു കണ്ടിന്യൂ. Every Sunday, I wake up normal time in the morning, 7 o'clock. Yes. First, I go to bathroom, then brush my teeth. Yes. Next, I prepared coffee and breakfast. After that, we will eat breakfast. Yes. And I go to washing clothes. Yes. My mother-in-law prepared lunch. Yes. My main hobby is sleeping afternoon. Then I wake up 4:30 p.m. Yes. And next I prepared coffee. Then watching reels, playing with my baby. He is 2 years old. Yes. അത്രേ ഉള്ളൂ സാർ. അത്രേ ഉള്ളൂ. ഈ അഞ്ജു പറഞ്ഞപ്പോ ആഫ്റ്റർ ദാറ്റ് ഐ വാഷ് മൈ ഫേസ് എന്നാണ് ഫീറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്? ബ്രഷ് മൈ ടീത്ത് ആണോ സാർ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് നെക്സ്റ്റ് ഐ പ്രിപ്പയർഡ് കോഫി. ബ്രഷ് മൈ അല്ല, വാഷ് മൈ ഫീറ്റ് അല്ലെങ്കിൽ ഫേസ് അങ്ങനെ വാഷ് മൈ ക്ലോത്ത്സ് ആണ്. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഞാനത് വേറെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ട്. യെസ്, ഓക്കെ. സാധാരണ ഗതിയിൽ പറയുന്നതേ
വേണ്ട ലാസ്റ്റ് പറയാം. വളരെ ചിലപ്പോൾ ഇനിയുള്ളവരൊക്കെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ അഞ്ജു, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ അഞ്ജു ഒരു നോർമൽ വീട്ടമ്മയുടെ രീതിയിലുള്ള ഒരു സൺഡേയുടെ അഞ്ജുനുള്ളത്. ഓക്കെ ജിഷ പറയൂ, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. I usually Sunday wake up at 5 o'clock ഓ യെസ്. and I will call my husband and children. യെസ്. After morning routine, we will go to the church. യെസ്. Holy Mass at 6:15. യെസ്. I will do my kitchen duty when I return to my home. യെസ്. After that, we will eat breakfast together. യെസ്. And after that, I am spending with my children and husband time. യെസ്. Thank you, sir. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പിന്നെ ഉച്ചക്കത്തെ ഡെലീഷ്യസ് ഫുഡ്, വൈകുന്നേരത്തെ ഔട്ടിങ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ഓക്കെ ജിഷ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അല്ലാത്ത ദിവസങ്ങളിൽ എത്ര മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും? 5 o'clock. എല്ലാ ദിവസവും? എല്ലാ ദിവസവും എഴുന്നേക്കണം. അതായത് രാവിലെ പിള്ളേർക്ക് ഭക്ഷണം കൊണ്ടുപോകണം, ചോറ് വെക്കണം, പള്ളിയിൽ പോകണം, യെസ്. ഓക്കെ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആകണം. അപ്പം ഓക്കെ ഓക്കെ ജിഷ. അപ്പൊ ജിഷയെ സംബന്ധിച്ച് ലേറ്റ് വേക്കപ്പ് അല്ല. ഓക്കെ രഞ്ജുഷ പറയൂ. രഞ്ജുഷ കെ പി. Good afternoon, sir. യെസ്, ഗുഡ് And ആഫ്റ്റർനൂൺ രഞ്ജുഷ. my dear friends. Sunday, I wake up at 4 o'clock. 4 and I o'clock. brush- Okay. യെസ്. ഓ വെരി ഗുഡ്. And I brush my teeth and take 1 glass of water. And I sit for study 1 hour revision something. ഓ വെരി ഗുഡ്. After 5 o'clock, I start yoga for 1 hour. ഓ Then I sit 1 hour again study. Then I start cooking breakfast. യെസ്. Then I clean my kitchen and accessories. യെസ്. After I go to take bath and യെസ്. after that I spend time with my child. യെസ്. We will together take breakfast. യെസ്. 1 o'clock I take lunch. യെസ്. Then I spend my time with my kid. യെസ്. After 5 o'clock, I'm take some yoga. യെസ്. Okay. 10 o'clock, I go to sleep. യെസ്. രഞ്ജുഷ, Okay, sir. സാധാരണ എത്ര മണിക്ക് എഴുന്നേൽക്കും? ഇപ്പൊ 4 o'clock അല്ലെങ്കിൽ 3:30 ഒക്കെ ആകുമ്പോൾ എണീക്കും സർ. അതെ. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. കാരണം എക്സാമിന് നിറയെ റിവിഷൻ ഒക്കെ ചെയ്യാനുണ്ട്. ഇതിന്റെ എക്സാം ഉണ്ട്, യോഗ സെയിം ടൈം ആയിട്ട് യോഗ. യെസ്. ഓക്കെ 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 വെരി ഗുഡ് രഞ്ജുഷ. വെരി ഗുഡ്. യെസ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാൻ. യെസ് രമ്യ പറയൂ. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. On Sunday, I wake up at 7 o'clock. Yes. And I make a tea and drink relaxedly with my husband. അതല്ല, ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് റിലാക്സ് അല്ലേ, ആശ്വസിക്കുന്നതാണ് നമ്മൾ, അതിന് തിരക്കല്ലേ. Yes. Some Sundays we make a lunch together with my husband, biryani or something like that, and we enjoyed the food together. Every Sundays we go to temple near my house with my family.
Some Sundays we go out with my family and go for a movie. Yes. In the night or evening, I relaxed and prepared for the coming week. Thank you. Yes. Okay, very good, very good, very good, very good. Okay, very good, very good. Ramya. Yes. അപ്പൊ മെറില് വരെ നമ്മൾ പറഞ്ഞല്ലേ, ജോഷ്മി, ശിശിര, മുബഷീറ, സോജി ഗെറ്റ് റെഡി ആയിക്കോളൂ, ഞാൻ വരാം. നീനു, how do you spend your Sundays? Good afternoon, sir. Yes, good afternoon, Neenu. Sundays are my favorite days of the week Oh, very because good, very good. because I do so many things on this day. I wake Yes. up very late because usually I get up at 6 a.m. And Sundays spent with our friends and family. Yes. It was a very enjoyable day. On Yes. Sunday, my mother cooks very delicious food for us. Yes. We go to movies sometimes. We Yes. come back at 9 p.m. So had a dinner and dinner with the family and Yes. went to home. So Yes. Sundays give us lot of happiness. Yes. That's Okay. it, sir. And you want every day to be Sunday. Okay, Neenu? Thank you, sir. Yes. Okay. Okay. Very good. Very good. Very good. Then Shiva, for you, how do you spend your Sundays? I usually wake up at 5:30 and Yes. begin my regular morning routine. Yes. After that, I wake up my daughter and get her ready for tuition class. Yes. Once she leave, I complete my painting online class and other work. Yes. Next, I prepare breakfast for family. Yes. Then doing household work such as clothing. At that time, my little girl will wake up, then get her ready. Then we enjoy breakfast together. Yes. After breakfast, we spend some quality time together, Yes. talking, playing, etc. Yes. Then me and my mother prepare lunch together. Sunday we make something special because children are with us. So Yes. something delicious we make. After lunch, take a short rest. Yes. By evening, return to painting activities, studying, other activities. Yes. Then sometimes chat with friends, listening music and browsing in social media. Yes. Sunday is little busy, but it's enjoyable as children are with us Yes. and there is no class. So Yes. it's really complete other works. Yes. That's all. Okay. Very good. Very good. Then Shiva, രസകരമായിട്ട് പറഞ്ഞു. Yes. Very good. Very good. Very good. Adria, how do you spend your Sunday? Sir, on Yes. Sundays, I wake up early but stay in bed using mobile, or I just keep my eyes closed and relax in bed. The night before, I tell my son, don't wake up me in the morning or disturb me. You know, you do your own work and I get up whenever I want. Yes. പിന്നെ എനിക്കെന്നാ പിന്നെ കുറെ ലേറ്റ് ആയിട്ട് എണീക്കും, കുറച്ച് ലേറ്റ്, നല്ലോണം ലേറ്റ് ആവില്ല. അത് കഴിഞ്ഞിട്ട് I wash all the clothes and I sweep and mop the house. Then I take a bath. After that, I enjoy the breakfast prepared by my mother. For lunch, we usually make something special like biryani or chicken. In the afternoon, I watch TV and spend some time teaching my son. In the evening, I go for a walk with my boy and then I prepare dinner, have it with my family and relax before going to bed. Thank you, sir. Okay. 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 അതിന്റെ സ്റ്റാർട്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പറഞ്ഞേ സ്റ്റാർട്ട് ചെയ്തത്. On Sundays, I wake up early
but stay in bed using my phone or just But stay in bed. Wake up, but I stay in bed. Okay, Aditya. Very good, very good, very good. Okay, 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 okay. ശരിക്കും സൺഡേ ആവാൻ കാത്തുക്കും സാർ അങ്ങനെ വെറുതെ കിടക്കാൻ വേണ്ടിട്ട്. യെസ്, ഓക്കെ ഓക്കെ. നമ്മൾ ആസ്വദിക്കണം. വെറുതെ തിരക്ക് പിടിച്ച് നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ആസ്വദിക്കണം. ഓക്കെ. ബാക്കി എല്ലാ ദിവസവും മോൻ ലേറ്റ് ആയിട്ട് എണീക്കും. പക്ഷെ സൺഡേ 5 മണി 5:30 ആകുമ്പോ അവൻ എണീക്കും. അപ്പൊ ഞാൻ തലേദിവസേ പറയും, നീ എണീറ്റിട്ട് നിന്റെ വഴിക്ക് പോയിക്കോ, എന്നെ വിളിക്കാൻ വരണ്ട. ഓക്കെ 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 ഓക്കെ. യെസ്, ഓക്കെ. അതെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വേറെ ആൾ കിടന്നുറങ്ങണ കാണുമ്പോൾ ഒരു വിഷമമാണ്. യെസ്, ഒന്ന് വിളിച്ചേക്കാതെ. പക്ഷെ ഇത് എന്റെ വീട്ടിലേ നടക്കൂ, ഹസ്ബൻഡിന്റെ വീട്ടിൽ നടക്കൂല. യെസ്, ബിക്കോസ് സ്വന്തം വീട്ടിലാകുമ്പോ യു ആർ ദ ക്വീൻ, രാജ്ഞിയാണ്. അപ്പൊ എന്തുകൊണ്ടെങ്കിലും ആവാം അല്ലേ ലൻസിബ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. മെർലി പറയൂ, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? Good afternoon, sir. Yes, good afternoon. Sunday are the holiday. I wake up 6 o'clock. Yes. Sundays cook very delicious food. Yes. We are going to church at 8:30 o'clock. Yes. Sunday are very beautiful and special day. Yes. Sunday are the days to spend with our family and friends. Yes. Evening sometimes we visit relatives and my house. Yes. Okay. We are go to park or shopping. Yes. With the shopping. Then I enjoy the all day with my children. Yes. Okay. ഇത്രയൊക്കെ തന്നെ സർ. ഓക്കെ, വെരി വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി വളരെ രസകരമായിട്ടാണ് പറഞ്ഞത് അല്ലെ? പറഞ്ഞതിന് മുഴുവനും എന്താ പറയാ, റിയാലിറ്റിയുടെ ടച്ച് ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ജോസ്മി, വൈഫിൻ മേഖലയിൽ എങ്ങനെയാണ് സൺഡേസ്? ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? Good afternoon, sir. Yes, good afternoon. I woke up little late at 7 o'clock compared to my usual days. Yes. Because we are going to a second mass in our church. It will be started at 9 a.m. Yes. After woke up, then done my morning routine. I prepare my breakfast, and then Yes. we eat together. Yes. After that, then we go to church. Yes. Most Sundays, less work compared to usual days, because I prepared almost work, including food items on Saturday night. Oh, very good, very good. We bought fish and non-veg items on Saturday. Yes. After lunch, we are rest together, or some Sundays we go out any place in Ernakulam. Yes. We come back before evening 7 p.m. because my husband is strictly about attending his Sangam meeting. Yes. After attending his meeting, he come back at 9:30 or 10 o'clock. Then we are Yes. eating dinner and going to sleep. Okay, okay, okay. That's okay, all, okay. sir. Very good, very good, very good. ആരും പറയാത്തൊരു പോയിന്റ് ജോഷ് പീഡിയൻ ഉണ്ടായിരുന്നു. സാറ്റർഡേ നൈറ്റിലാണ് എല്ലാം റെഡിയാക്കി വെക്കുന്നത്. അതാണ് ഓൺ ദ ഈവ് ഓഫ് സൺഡേ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും നോക്കിയാൽ കല്യാണത്തിന്റെ ദിവസത്തേക്കാൾ കല്യാണത്തിന്റെ തലേ ദിവസമല്ലേ, അത് വളരെ മനോഹരമായി. ഓൺ ദ ഈവ് ഓഫ് ദ ഡേ, അത് വളരെ രസകരമാണ്. ഓക്കെ 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 ഓക്കെ. എനിക്ക് ജോഷ് പി പറഞ്ഞപ്പോ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. സാറ്റർഡേ ചെയ്ത് നോക്കുമ്പോ നമുക്ക് ഞായറാഴ്ച എല്ലാവർക്കും ഓഫുള്ള ദിവസമല്ലേ, അപ്പൊ എല്ലാരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. നമ്മള് ജോലിയൊക്കെ ചെയ്ത് ഇപ്പൊ പിള്ളേരോടായാലും ഹസ്ബൻഡിനോടായാലും സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. എപ്പോഴും ചെയ്യുന്ന പണി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ദിവസം മാറ്റം വേണ്ടേന്ന് ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ മീനും ഇറച്ചിയൊക്കെ ശനിയാഴ്ച മേടിപ്പിച്ചിട്ട് എല്ലാം ശരിയാക്കി വെക്കും. അപ്പൊ നമുക്കൊരു പണിയില്ലാത്ത പോലെ ഇരിക്കും.
പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ലല്ലോ. റിലാക്സ് ആവും. ഓക്കെ, വളരെ പ്രാക്ടിക്കലായ ഒരു സംഗതിയാണ് ജോസ്മി പറഞ്ഞത്. വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം. ഒരാഴ്ച പരീക്ഷിച്ച് നോക്കും. ഓരോരുത്തരും പറയുമ്പോഴേ അവരവരുടെ സൺഡേസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറ്റിയ സാധനം എടുക്കുക. ഇത് കുഴപ്പമില്ല. ജോസ്മിയുടെ ഐഡിയ വളരെ നല്ലതാണ്. നമുക്ക് കൂടുതൽ സമയം കിട്ടും. പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ജോസ്മി നല്ല രസകരമായിട്ട് പറഞ്ഞു. ശിശിര ഗോപാൽ പറയൂ. Good afternoon, sir. Yes, good afternoon. Comparing to other day, Sunday is very rushful day for me. Usually I wake up in 7 o'clock and done my personal things, and after that I prepared breakfast and lunch together. Yes. In that time, my husband wake up and come to help me to do some wash my dishes or something. After all my jobs or works, me and my husband eat brunch together. We usually Sundays have no time to breakfast. Yes. We eating brunch, and eating brunch after me get ready to go for my dance and music class. I'm going 12 o'clock to my music and dance class and learning music, dance, some extras. And in that time, my husband do other household jobs, and he wake up my child and feed her. After 4 o'clock, I come from dance class to the house. Then we drink tea, or sometimes we eat food. Then then after some rest, we go to some shopping, or going for my husband's home, spend time together for my in-laws. Yes. These are my Sunday things, sir. Okay. ലാസ്റ്റ് ടൈം ആണ് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കളഞ്ഞല്ല. ശിശിര, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഷിലു പറഞ്ഞതുപോലെ ശിശിരയും ഡാൻസ് പ്രാക്ടീസും കൂടെ. അപ്പൊ ഡാൻസ് പ്രാക്ടീസിനും പോലെ രണ്ടുപേരായി കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, മുബഷീറ പറയൂ. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേ? Good afternoon, sir. Yes, good afternoon. Every Sunday I wake up late because we all have off day today. Today Yes. is very happy day. I can feel relaxed. Then I prepare simple food and we enjoy eat breakfast with the family together. Then Yes. I begin my duty like prepare food, cleaning, etc. At noon we all eat lunch together. After Yes. that, often we go to outside for shopping. Yes. At night, eat dinner, favorite food from hotel like shavaya, etc. Yes. After that, return home. Then the children are happy because they can enjoy very well. Yes. Okay, മുബഷീറ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, സോജി കുറച്ച് ദിവസമല്ല കണ്ടിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നേരത്ത്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഒക്കെ പറയാൻ നേരത്ത് നോക്കിയിട്ട് കണ്ടില്ല. യെസ്, ഓക്കെ സോജി. സാർ എനിക്ക് ബിസി ആയിരുന്നു സാർ. അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തൊക്കെ ആയിരുന്നു. ഇന്നും ഇപ്പൊ ഞാൻ ബിസി ആയിരുന്നു സാർ. എനിക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ഹസ്ബൻഡിന് പനി, അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡ്രിപ്പൊക്കെ ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ച് സംശയമുണ്ട് സാർ, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. സൺഡേസിനെ കുറിച്ചല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ? കുഴപ്പമില്ല സാർ, ഞാൻ പറയാം. ഞാനിപ്പം റിലാക്സ് ആയിട്ടിരിക്കുക. Okay, sir. Sunday is my very busy day, sir, compared to another days, because Sunday I wake up early compared to another days, because me and my daughter going to church for Sunday school,
I am a Sunday school teacher. I teaching first standard students. So we going to 7:15 to church, and after the Sunday school, we attending Holy Communion, and after we return to home 11:30. Usually 11:30. If any committee meetings, we getting more time. I am a committee member. Our church has 11 member of committee. I am one of the member to the committee. So any meetings or another arrangements, we spend more time. I think 12 o'clock we return to home, and after we had lunch, and then evening 4 o'clock I going to prayer, our ward prayer. I am secretary of my ward prayer, so I have going to I am it is a very പോകാതിരിക്കാൻ പറ്റത്തില്ല സാർ അങ്ങനെ ഇമ്പോർട്ടൻറ്റ്. സോ സൺഡേ ഇസ് മൈ എന്താ പറയാ, Sunday is my very busy day. So that the problems I have no going to another works or outing. I have no chance to going in Sunday. Sunday is very busy day, and yesterday Saturday is also busy because of I preparing food that like Joshmi. I prepared all foods in Saturday for Sunday. And Saturday night, me and my daughter preparing, she writing her 4th standard diary, Sunday school diary. I preparing my lesson plan diary for teachers. So, and studying the Sunday school. So totally busy days are Sunday. Okay, Soji. Very good. Yes. Sharani പറഞ്ഞതല്ലേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. യെസ്, വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതിലും വളരെ രസകരമായിട്ട് നിങ്ങളത് അവതരിപ്പിച്ചു. അപ്പൊ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അവതരണ രീതിക്ക്, പ്രസന്റേഷൻ ടെക്നിക്സിന് ഞാൻ നന്ദി പറയാം. വെരി ഗുഡ്. യെസ് അല്ലേ? വിദ്യ എല്ലാവരും വളരെ രസകരമായിട്ട് പറഞ്ഞില്ലേ? കാശ്മീർ, അഞ്ജു വളരെ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു. എനിക്ക് അങ്ങനെ ഫീൽ അല്ലേ താങ്ക്സിബ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും സംഗതികൾ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജോഷ്മിയുടെ ടെക്നോളജിനെ ഉപയോഗിക്കുന്ന ഒരാളെ കൂടി ഇവിടെ ഉണ്ട്, സോജിയും കൂടി ഉണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ പോയപ്പോ രഞ്ജുഷ രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേക്കുന്ന കേസുകൾ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലേ ഒരുപാട് പണി ചെയ്തു തീർക്കാൻ പറ്റും. അതങ്ങനൊരു പ്രത്യേകതയുണ്ട്. എനിക്കത് തോന്നിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. പണ്ട് ഞാൻ രാത്രി വൈകിക്ക് എടുക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ അതൊക്കെ നിർത്തി. കുറെ നാളുകളായിട്ട് നിർത്തി. ഒരു 9:30 ഐ ഗോ ടു ബെഡ്. എഴുന്നേൽക്കുന്നത് വളരെ രാവിലെ എഴുന്നേൽക്കും. അത് ഞാൻ അങ്ങനെ ആ ഒരു മെത്തേഡിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഭയങ്കര രസകരമാണ്. റിലാക്സ് ചെയ്തൊരു മൂഡിൽ നമുക്ക് വായിക്കാൻ, എഴുതാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് വരും. പിന്നെ സാധാരണഗതിയിൽ നല്ല ആരോഗ്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണമെന്നാണ് പറയാറ്. ഇപ്പൊ നമ്മുടെ കലണ്ടറിലോട്ട് നോക്കി കഴിഞ്ഞാല് 6:29, 6:30 അതറിയാം സൂര്യാസ്തമയം. ഓരോ ദിവസവും വ്യത്യാസം ഉണ്ടാവും. 1 മിനിറ്റൊക്കെ ഇങ്ങോട്ടൊക്കെ മാറും. യെസ്, അപ്പോ നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേൽക്കുക എന്നുള്ളത്. ഞാൻ നിർബന്ധിക്കുന്നില്ല, അതങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, വളരെ രസകരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചിട്ട്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. അല്ലേ രഞ്ജിഷ? എല്ലാവരും നല്ല രസകരമായിട്ട് പറഞ്ഞു. നന്നായിട്ട് പറഞ്ഞു സർ. യെസ്, ഓക്കെ. എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള എൻ്റെ ഒരു മതിപ്പതാണ്. കാരണം അറിയണം, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അതിന് ഒന്നെങ്കിലും സംഗതി ഇവിടെ എത്തിച്ചിരിക്കും. യെസ്, അതാണ് MT21. ഞാൻ വെറുതെ പറഞ്ഞാൽ മതി, പിടിക്കോട്ടെ അവരെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ സാറെ പിടിക്കട്ടെ? നമുക്ക് തട്ടിക്കളയാതെ വാ, നിങ്ങളെ ഏറ്റു.
ആ രീതിയാണ് നിങ്ങളുടേത്. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുള്ള ഇതിലേക്ക് കിടക്കാം, കണ്ടീഷണൽ സെന്റൻസിലോട്ട് നമുക്ക് കിടക്കാം. പറഞ്ഞോളൂ സോജി. സാർ എനിക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആകത്തേ സാർ പറഞ്ഞില്ലേ സീറ്റ് സ്കിൽ യു ഹാവ് അതൊക്കെ, അത് എനിക്കൊരു എക്സാമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയാണ്, ഐ ആം സോജി ജോബി, ഐ ആം ലിവിങ് ഇൻ കൊട്ടാരക്കര വാളകം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാം. ഐ ഹാവ് ക്വാളിഫിക്കേഷൻസ് അങ്ങനെയാണോ തുടങ്ങണ്ടേ? ഇപ്പൊ നമുക്ക് പറയാം ഐ ആം റീസെന്റ്ലി ഗ്രാജുവേറ്റഡ്. അടുത്ത കാലത്താണെങ്കിൽ പരീക്ഷ പാസ്സായത് റീസെന്റ്ലി ഗ്രാജുവേറ്റഡ്. അതല്ല, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പറയാം ഐ പാസ്ഡ് മൈ എക്സാമിനേഷൻ, മൈ ഡിഗ്രി എക്സാമിനേഷൻ. ഏതാണ് സബ്ജക്ട് എന്ന് പറയാം, ഇന്ന വിഷയം ഏത് വർഷമാണ് പാസ്സായതെന്ന് പറയാം. യെസ് സാറേ, ഇങ്ങനെ പറയാൻ പറ്റുമോ? ഐ ഹാവ് ഡൺ മൈ ഡിഗ്രി വിത്ത് ഇന്ന യൂണിവേഴ്സിറ്റിന്നോ, അല്ലെ ക്വാളിഫൈ ആ ഡിഗ്രി എന്താന്ന്? യെസ്, ഓക്കെ, പറയാം. ഐ ഹാവ് ഡൺ മൈ ഡിഗ്രി. യെസ്, ഓക്കെ. പിന്നെ എന്താണ് സോജി? അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ സാർ പറയുന്നത്? പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സോജിയുടെ ജീവിതത്തില് എഡ്യൂക്കേഷൻ ലൈഫിൽ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. എന്തുകൊണ്ടാണ് വേറെ വല്ല ജോലിക്ക് പോയിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ പോകുന്ന ജോലിക്ക് വേറെ സ്ഥലത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. എക്സ്പീരിയൻസ്, യെസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് പഠനത്തിലോ അല്ലാതെയോ നമുക്കൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ദ അച്ചീവ്മെന്റ്സ്, യെസ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു 2-3 വാചകങ്ങൾ അതിനെ കുറിച്ച് പറയാം. യെസ്. അപ്പൊ അതിനകത്ത് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ യു ആർ, എങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം. യെസ്. അപ്പൊ നമുക്ക് പറയാം ഐ ആം എ ഡിപ്പെൻഡബിൾ, ഹാർഡ് വർക്കിംഗ്, ഐ ഹാവ് എബിലിറ്റി in solving the problems than telling excuse. എക്സ്ക്യൂസ് പറയുന്നതൊക്കെ കൂടുതൽ ഞാൻ എപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കുക. അങ്ങനെ നമ്മുടെ ഒരു ടാലന്റ് ഇല്ലേ, അങ്ങനെയുള്ള നമ്മളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാം. ഓക്കെ, പിറ്റേ വന്നു കഴിയുമ്പോൾ ഏകദേശം 1-1.5 മിനിറ്റ് ആയി, അപ്പോഴത്തെ കാര്യങ്ങളായി. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ ഇവിടെ ചോദിച്ചതാണ്, സോജിയോട് തന്നെ ചോദിക്കുകയാണ്. വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് ചോദിക്കാം. എന്താണ് സോജിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങളിവിടെ ചോദിച്ചു എന്താണ് വീക്ക്നെസ് എന്ന് ചോദിച്ചു, ജീവിതത്തിലെ ഒരു വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ജോലിക്ക് പോകുന്ന ഏതാണോ അതിന് പറ്റാത്ത രീതിയിലുള്ള ഒരു വീക്ക്നെസ് പറയുക. പിന്നെ ഐ ആം കറക്റ്റിംഗ് ഇറ്റ് ബൈ പ്രാക്ടീസിങ് ഇറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ അതിന്റെ കൂടെ ചേർത്തേക്കാം. യെസ്. ഇനി വേണമെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ആ ചോദ്യം ഇതാണ്, വൈ ഡു യു ലൈക്ക് ടു വർക്ക് ഇൻ ദിസ് സ്കൂൾ? എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം? യെസ്. അപ്പൊ വേറൊരു കമ്പനി ആണെങ്കിൽ സ്കൂൾ എന്നുള്ളതിന് പകരം കമ്പനി എന്നാവും. വൈ ഡു യു ലൈക്ക് ടു വർക്ക് ഇൻ ദിസ് സ്കൂൾ? ഇപ്പൊ സോജി ഒരു സ്കൂളിൽ ചെന്നു ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവര് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള താല്പര്യം എന്ന് ചോദിച്ചാൽ സോജി എന്ത് മറുപടി പറയും? Because the school discipline, yes, discipline and well teaching, അങ്ങനൊക്കെ പറയാം സാർ. ഇൻട്രസ്റ്റഡ് മീ. യെസ്. അല്ല വേണമെങ്കിൽ പറയാം ഐ ഹിയർ അബൌട്ട് യുവർ സ്കൂൾ. അപ്പൊ അതിന്റെ admire about the school and you are എന്നിട്ട് പറയാ well disciplined and also last പറയാ it will help me to develop my career. അപ്പൊ അതുകൂടി ലാസ്റ്റ് പറഞ്ഞേക്ക, ഇത് എന്റെ കരിയറിലേക്ക് ഉയർച്ചയ്ക്ക് കാരണമാകും ഞാനിവിടെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിവിടെ ചെയ്തു. അടുത്തൊരു ചോദ്യം കൂടി സോജിയോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് ദി സാലറി?
എത്ര രൂപയാണ് ശമ്പളം പ്രതീക്ഷിക്കുന്നത്? അതെ, എത്രയൊക്കെയാണ് സാർ പറയേണ്ടത്? എന്ത് പറയും, ഞങ്ങൾക്ക് ഉത്തരത്തോണ്ട് വരാം. വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പ്രിപ്പയർ ആയിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം, നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ്, ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതൊന്ന് ചോദിക്കും. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് യുവർ സാലറി? അത് നമ്മൾ കൂട്ടി പറയണോ സാർ, അതോ കുറച്ച് പറയണോ? യെസ്, എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങള് ഞാനേ ഒരു മോഡൽ ഇന്റർവ്യൂ നടത്തുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞാൻ അന്ന് വന്നപ്പോ കണ്ടത്. അപ്പൊ ഞാൻ ഉൾപ്പെടെ ഇതിന്റെ അടുത്ത് വേറെ ഇന്റർവ്യൂ ബോർഡിലെ മെമ്പർ ബേസ് ആക്കിയിട്ട് സോജിനെ ഇതിനകത്തോട്ട് വിളിച്ച് കയറ്റിയിട്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഒരു ടെക്നിക്സ് ഞാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഇത് നമുക്ക് പിന്നീട് ചെയ്യാട്ടോ. യെസ്, ഓക്കെ. സാർ അങ്ങനെ സാലറി എമൗണ്ട് പറയാൻ പറ്റുമോ? ചോദിക്കും, പറഞ്ഞോളൂ. സാലറി എമൗണ്ട് പറഞ്ഞോളൂ. പറയാൻ പറ്റുമോ? ഫ്രഷർ ആയിട്ട് കൂട്ടി കയറുമ്പോ പറഞ്ഞാൽ കുറച്ചെങ്കിലും കിട്ടുമായിരിക്കും. കൂട്ടി പറയണം അല്ലേ? യെസ്, അത് 2-3 സംഗതികളായിട്ട് നമ്മൾ പറയാതിരിക്കണ്ട. പറയുമ്പോൾ ഇത്ര രൂപ എന്നല്ല, നമ്മൾ റേഞ്ച് പറഞ്ഞാൽ മതി. ഒന്ന്, പിന്നെ നിങ്ങള് ഒരു ന്യൂ കമർ ആണെങ്കിൽ സാലറി പറയണ്ട. ഒരുപക്ഷെ നിങ്ങൾ 2-3 സ്ഥലത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ആളാണെങ്കിൽ നിങ്ങൾക്ക് അതവിടെ പറയും. ഐ ആം എ വെൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, ഐ എക്സ്പെക്ട് ദ സാലറി ഇൻ ദ റേഞ്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് പറയും. പിന്നെ ടീച്ചേഴ്സ് എത്ര പറയും? അല്ല, അത് ഞാൻ അങ്ങോട്ട് വരുന്ന ഒറ്റ കാര്യം കൂടിയിട്ട് ദാൻസിബ, പേഴ്സണൽ ആയിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാം. അത് വ്യക്തിപരം. അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഒരു രഹസ്യ അന്വേഷണം നടത്തിക്കൊണ്ടാണ് ഇവിടെ എത്ര വെച്ചൊക്കെയാണ് കൊടുക്കുന്നത്. ഒരു മിനിമം ഒരു സംഗതി നമ്മൾ ഒരു രഹസ്യം അതിന്റെ ഒരു റേഞ്ച് പിടിച്ചിട്ട് പറഞ്ഞാൽ മതി. യെസ്. അപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ആം ഓപ്പൺ ടു എ ഫെയർ സാലറി ബേസ്ഡ് ഓൺ മൈ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ നമ്മൾ അവിടെ എമൗണ്ട് പറയുന്നില്ല. ആസ് ഐ ആം എ ന്യൂ കമർ and to me it will be an experience also. I expect I am open to a fair salary based on my role and responsibility. അങ്ങനെ അപ്പൊ അവിടെ നമ്മള് പന്ത് അവരുടെ കോർട്ടിലോട്ട് അടിച്ചു കൊടുക്കുന്നത്. അതല്ലാതെ നമ്മൾ അവിടെ പേടിച്ച് നിൽക്കരുത്. കറക്റ്റ് കൃത്യമായിട്ടുള്ള സാർ അതൊന്നുകൂടെ പറഞ്ഞുതരോ? I am open to a fair, FAIR, fair salary based on my role and responsibilities. My role and responsibilities. Yes. ഇനി ഒരു ചോദ്യം കൂടി വേണമെങ്കിൽ ചോദിക്കാം. ഞാനിപ്പോ ആ ചോദ്യം താൻസിബോട് ചോദിക്കുകയാണ്. താൻസിബ വന്നു, സോനി കൂടി കേട്ടോട്ടോ. അതായത് താൻസിബ വന്നു, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്, അത് ഇത് എക്സ്പെക്ടേഷൻ ഒക്കെ ചോദിക്കാൻ രസകരമാണ്. ലാസ്റ്റ് ചോദ്യം വന്നിരുന്നത്, where do you see yourself in 5 years? Where do you see yourself in 5 years? എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? Where do yourself? Where do you see yourself in 5 years? In 5 എന്നുള്ള വേണമെങ്കിൽ ഇയർ അങ്ങനെ കണക്ക് മാറട്ടെ. Where do you see yourself in 5 years? യെസ്, താൻസിബോട് അങ്ങനെ ചോദിച്ചു. സ്കൂളിൽ ജോലിക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, ഇന്റർവ്യൂ ആണ്. ഇങ്ങനെ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ചോദ്യം പ്രതീക്ഷിക്കണം. I am confident and an experienced teacher. I improve my skills. Yes. പിന്നെ ഓക്കെ, സംഗതി താൻസിബോടെ പറഞ്ഞു ഒപ്പിക്കോ, എനിക്ക് മനസ്സിലായി.
കുഴപ്പമില്ല. സോജി പറയും. I see in myself, I am very proud of myself because of a teacher. Yes. I am very proud to see myself. അങ്ങനെ പറഞ്ഞാൽ മതിയോ സാർ? അതിനേക്കാൾ നല്ലത് I will be skilled. I will become professional, skilled. ആ ഒരു സംഗതി കൊടുക്കാം. ഞാൻ ആ പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ I will be skilled and I will become professional, ready to take any challenges of the school. ഈ സ്ഥാപനത്തിന്റെ ഏത് ചലഞ്ചസും ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് ഞാൻ എപ്പോൾ മാറും? 5 വർഷത്തിനുള്ളിൽ മാറിയിരിക്കും. യെസ്, ആ ഒരു സംഗതി വരാവുന്ന രീതിയിലുള്ള മറുപടി നിങ്ങൾക്ക് മനസ്സിൽ കരുതിയാണ്. യെസ് കേട്ടോ. അപ്പൊ അതിൽ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. Where do you expect yourself in 5 years? 5 years വേണ്ടി 10 years ആവാം. യെസ്, നമ്മൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് നമ്മുടെ ടാലന്റ് വർദ്ധിപ്പിച്ചു, സ്കില്ലായി, ഏത് റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ചില ആൾക്കാരില്ലേ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, പറിച്ചപ്പോഴും ഒരു വട്ടി നിറയുണ്ടായിരുന്നു, നട്ടപ്പോഴും ഒരു വട്ടി നിറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മാറ്റമില്ല. എന്താണോ അന്ന് കണ്ടത് അതേപോലെ തന്നെ എന്തിന്റെ കാര്യത്തിൽ, വളർച്ചയിലല്ല, ടാലന്റിന്റെ കാര്യത്തിൽ. അന്നും ഒരു നിർഗുണനായിരുന്നു, ഇന്നും ഒരു നിർഗുണ, അങ്ങനെ വരുന്ന പറയുന്നത്. നമ്മൾ ഡെവലപ്പ് ആവും. ആ ഒരു സാധനം നമ്മളോട് കൊടുക്കും, ആ ഒരു ഫീല് കൊടുക്കും. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്. ഞാൻ അപ്പോഴും ഇങ്ങനെ എനിക്ക് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ പറയുമ്പോൾ നമ്മുടെ ഉത്തരം കറക്റ്റ്. ഓക്കെ, അപ്പൊ അതുകൂടി എപ്പോഴും മനസ്സിലുണ്ടാവുള്ളൂ. യെസ്, ഇനിയും വേണ്ട ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാർ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പം സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അവർ ചോദിക്കുന്നത്, അല്ലാതെ ഈ സ്ട്രെങ്ത്, വീക്ക്നെസ് ബാക്കിയൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് പറയേണ്ടതുണ്ടോ? വേണ്ട, ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. യെസ്, അതൊന്നും പറയണ്ട. സാർ അതുപോലെ തന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും ഹോബീസ് ഒക്കെ പറയുമല്ലോ, ഇപ്പൊ വായിക്കും അങ്ങനൊക്കെ പറയുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടും ചിലപ്പം ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും. അത് 100% ഉറപ്പാണ്. വെറുതെ കുഴിവാല് പിടിക്കുന്ന കാര്യങ്ങൾ പറയണ്ട. വാട്ട് ഈസ് യുവർ ഹോബി എന്ന് ചോദിച്ചാൽ മാത്രം നമ്മളോട് ഹോബി പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ അടുത്ത ചോദ്യം, അപ്പൊ അതിന്റെ അടുത്ത ചോദ്യം എടുത്തിട്ട്, എന്ത് ചോദ്യം എടുത്തിട്ട്, വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ് എന്ന് പറയുന്ന അടുത്ത ചോദ്യം എടുത്തിട്ട്. യെസ്, ഈ പറഞ്ഞോളൂ വിദ്യ. സാർ, ഞാനിതുപോലെ ഒരു സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയപ്പോ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഹോബിയില് റീഡിങ്. അപ്പൊ ആ സാറ് എന്നാ വായിച്ചൊരു ബുക്കിന്റെ ഒരു ഇത് ഷോർട്ടാക്കിയെന്ന് പറയാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ബുക്ക് ഇഷ്ടപ്പെട്ടത്, ആരാണ് എഴുതിയത്, അങ്ങനെ പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയി. ഭാഗ്യത്തിന് എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്ന് കേറി അവിടെ. യെസ്, ഓക്കെ. വിദ്യ അത് ഒരു നുണയായിട്ടാണ് അത് പറഞ്ഞതെങ്കിൽ പെട്ടുപോകില്ലേ? യെസ്, പെട്ടുപോകും. അപ്പൊ നമ്മളൊരു ഉത്തരം വിട്ടു കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളൊരു മലയാളത്തിൽ പറയുന്ന ഒരു പഴത്തിലില്ല, കട്ട മാത്രം പോരാ, നിൽക്കാനും പഠിക്കണം. നമ്മൾ കട്ടിട്ടുണ്ടത് ഒരാൾ അറിയുകയും ചെയ്യുന്നത്. നിങ്ങൾ കട്ടോ, പക്ഷെ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കണം, അത് പറയുമ്പോൾ മറ്റേ സംഗതി കയറി വരും. അതിനും കൂടി കണക്കാക്കി നമ്മൾ പറയണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മൾ കണ്ടുപിടിക്കാറില്ലേ? കാരണം അവരൊന്ന് ഉത്തരം മുട്ടിക്കും അല്ലേ? ആ ഉത്തരം മുട്ടിക്കിന് ഇന്റർവ്യൂ കൊണ്ടിരിക്കുന്ന ആള് നമ്മൾ ചെയ്യും. അവരത് തമാശയായിട്ട് എടുക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് വേർത്തു പോകും. അപ്പൊ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടതില്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. യെസ്, സിവിൽ സർവീസ് ചോദിക്കുമ്പോഴേ സാർ ആണെങ്കിൽ സാർ എന്ത് വീക്ക്നെസ് പറയുന്നേ? ഏതാണ്? നമ്മൾ ചോദിക്കത്തില്ലേ, വാട്ട് ആർ യുവർ വീക്ക്നെസ് ചോദിക്കത്തില്ലേ? യെസ്, യെസ്. ഇപ്പൊ നമുക്ക് പറയാം, നമുക്കിപ്പോ നന്നായിട്ട് ഒരു പബ്ലിക് അഡ്രസ്സിങ് നമുക്കറിയില്ല. ഐ ആം നോട്ട് എഫിഷ്യന്റ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് പറയാം. ബട്ട് ഐ ആം പ്രാക്ടീസിങ് ഇറ്റ്, ഐ ആം ഇംപ്രൂവിങ് ഇറ്റ് ബൈ പ്രാക്ടീസിങ്. ടീച്ചർമാരിന് പോകുമ്പോൾ പബ്ലിക് സ്പീക്കിംഗ് പറയണ്ട, എഫിഷ്യന്റ് അല്ലാതെ പറയണ്ട. കാരണം ടീച്ചർമാർക്ക് അത് വേണ്ടി വേണ്ട സംഗതിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങളൊരു വേറെ കമ്പനിയിലെയോ അങ്ങനെയൊക്കെ പോയി നമുക്ക് അവിടെ സാധനം കൊടുക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞത്, വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ആരുടെയെങ്കിലും വിഷമങ്ങൾ കാണുമ്പോൾ
എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. യെസ്, അത് എൻ്റെ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. യെസ്. അതെങ്ങനെ സർ ഇംഗ്ലീഷ് പറയുന്നേ? ഇപ്പൊ സാർ പറഞ്ഞത്. ഓക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാം. 31 യെസ്, അപ്പുറത്തെ അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോവുകയാണ്. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ സോജി, നമുക്ക് പരിഹരിക്കാം. ഡോണ്ട് വറി. യെസ്, ഇനി നമ്മൾ സോജി ഉള്ള ദിവസം നോക്കി തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യും. യെസ്, അപ്പോ വിത്ത് യുവർ പെർമിഷൻ I close it. We will meet in the next class. Okay, bye. See. Thank you, sir. Thank you, sir. Yes, sir. Okay. Thank you, sir. Thank you, sir.